നമ്മൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ ചിലർ കരിമ്പ് പോലെയാണ്, വേറെ ചിലർ കൈപ്പയ്ക്ക പോലെ, മറ്റു ചിലർ നെല്ലിക്ക പോലെയാണ്. കരിമ്പ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, അത് അടിച്ചാലും ഇടിച്ചാലും ചതച്ചാലും പിഴിഞ്ഞാലും അതിൽ നിന്ന് മധുരം മാത്രമേ ലഭിക്കുകയുള്ളൂ. ചില മനുഷ്യർ അങ്ങനെയാണ്. അവരെ നമ്മൾ എന്തൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്താലും അവരുടെ സ്ഥായി ഭാവമായിട്ടുള്ള ആ ഒരു പേഷ്യൻസ് അവരിലുണ്ടാവും. എപ്പോഴും സന്തോഷത്തോടെ സംസാരിക്കാനും പുഞ്ചിരിയോടെ എല്ലാവരോടും ഇടപെടാനും അവർക്ക് സാധിക്കും. അവർ ഹാംഫുള്ളായിട്ട് ആർക്കും തോന്നുകയില്ല. കാരണം അവരെപ്പോഴും പ്രസന്നവദനരായി അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകും. എന്നാൽ ഈ പഞ്ചസാര നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാൽ അധികമായാൽ അമൃതും വിഷമാണ്. നമ്മൾക്ക് ലഭിക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് വളരെ വലുതാണ്. ഫാറ്റി ലിവർ, ഹാർട്ട് ഡിസീസസ്, ബ്ലഡ് ഷുഗേഴ്സ്, ടൂത്ത് ഡീക്കെ, ഇതൊക്കെ നമുക്ക് ഈ ഷുഗർ അധികമായി ഉപയോഗിച്ചാൽ ശരീരത്തിന് വന്നു ഭവിക്കാവുന്ന ഭവിഷ്യത്തുകളാണ്. ചില മനുഷ്യർ കയ്പയ്ക്ക പോലെ കയ്പ് മാത്രമേ തരുവുള്ളൂ നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും അവരിലേക്ക് അടുക്കുവാനായിട്ട് ഇഷ്ടമുള്ളവരല്ല. കാരണം അവർ ദേഷ്യക്കാരാണ്, മുൻശുണ്ടി കാണിക്കും, കോപിക്കും, അവർ തെറ്റുകൾ തിരുത്തും. അപ്പോൾ അവരിലേക്ക് അടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ഒന്നോർക്കണം, ഈ കൈപ്പയ്ക്കയിൽ നിന്ന് നമ്മൾക്ക് ഒട്ടനവധി ബെനിഫിറ്റ്സ് ഉണ്ട്. പൊട്ടാസ്യം, അയൺ, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ ഒട്ടനവധി മൂലകങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത് പാവയ്ക്കയിൽ നിന്നാണ്. വൈറ്റമിൻ എ, ബി, സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇതൊന്നും നമ്മൾ മുൻവിലക്കെടുക്കാതെ അതിൻ്റെ കയ്പ് മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പാവയ്ക്കയെ അപ്രോച്ച് ചെയ്യുന്നത്. എന്നാൽ വേറെ ചില മനുഷ്യരാവട്ടെ നെല്ലിക്ക പോലെയാണ്. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കുകയുള്ളൂ. പക്ഷേ ആദ്യം ഈ കയ്പ് കാരണം അവരിലേക്ക് അധികം ആരും അടുക്കില്ല, അവരാരെയും അടുപ്പിക്കാറുമില്ല. അവരുടെ എല്ലാ സ്വഭാവങ്ങളും അവർ വ്യക്തമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രം ആരൊക്കെയാണോ അവരിലേക്ക് അടുക്കുന്നത്, ആരൊക്കെയാണോ ആ സ്വഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നത്, അവർക്ക് മാത്രമേ അവർ മധുരം പ്രദാനം ചെയ്യാറുള്ളൂ. കരിമ്പിന് ബദലാണ് സത്യത്തിൽ ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. കരിമ്പ് പോലത്തെ മനുഷ്യർ എല്ലാവരെയും തങ്ങളിലേക്ക് ആകർഷിക്കുന്നത് മധുരം നൽകിയാണ്, സ്നേഹവാക്കുകൾ കൊണ്ടാണ്. എന്നാൽ അതിൽ നിന്ന് വരുന്ന ആഫ്റ്റർ എഫക്റ്റ് ഇവരാരും തന്നെ തിരിച്ചറിയുന്നില്ല. കാരണം ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടാത്ത ഒരു വിഭാഗം ആളുകളാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പോളിഷ് ചെയ്ത് അമിതമായ സ്നേഹവും വാത്സല്യവും കാണിച്ച് ജീവിക്കുന്നവർ. ഇവർക്കുള്ള ഒരു ഒറ്റമൂലിയാണ് സത്യത്തിൽ നെല്ലിക്ക പോലത്തെ മനുഷ്യർ. ശരിക്കും നെല്ലിക്ക എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഷുഗർ കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് സത്യത്തിൽ നെല്ലിക്ക എന്ന് പറയുന്നത്. ബ്ലഡ് ഷുഗറിനെ ശരീരത്തിൽ മാനേജ് ചെയ്ത് നിർത്താനും ഹാർട്ടിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നെല്ലിക്കയ്ക്ക് സാധിക്കും. നെല്ലിക്ക പോലത്തെ മനുഷ്യർ ഒരിക്കലും എല്ലാവരും തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായിട്ട് ഒന്നും തന്നെ എക്സ്ട്രാ ചെയ്യാറില്ല. അവരിലേക്ക് എത്തപ്പെടുന്നവർക്ക് മാത്രമേ ആ മനുഷ്യരുടെ മനസ്സിൻ്റെ നന്മയും വിശാലതയും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കിട്ടുന്ന ബന്ധങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ളവർ മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോവുകയില്ല. അവരെ നമുക്ക് ശരിക്കും വിശ്വസിക്കാം. കാരണം ആദ്യം കയ്പിൻ്റെ അനുഭവം അറിഞ്ഞിട്ട് മധുരമാണെന്ന് മനസ്സിലാക്കിയവർ എങ്ങനെയാണ് വിട്ടുപോവുക? അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരുടെ എല്ലാ സ്വഭാവങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന ഈ 3 ഫലങ്ങളിൽ ഏതാണ് നമ്മളെന്ന് തിരിച്ചറിയണം. കാരണം നമ്മൾ എങ്ങനെയാണോ അതുപോലെയാണ് മറ്റുള്ളവർ നമ്മളിലേക്ക് എത്തുന്നത്. നമ്മളുടെ സ്ഥായീഭാവം എന്താണോ, ദേഷ്യമാണോ, സ്നേഹമാണോ, കരുതലാണോ, എന്താണോ അതേ മറ്റുള്ളവരിൽ നിന്നും നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരൊക്കെ നമ്മൾക്കൊപ്പം ഉണ്ടാവണം എന്നുള്ളത് നമ്മളുടെയും കൂടെ ഒരു എക്സ്പ്രഷൻ്റെ ബേസാണ്. നമുക്കും ഒരു സ്ഥായീഭാവം ഉണ്ടായിരിക്കണം. സ്വതന്ത്രരായിട്ട് എല്ലാവരെയും കാണുക. നമ്മൾക്കുള്ളവർ നമ്മളിലേക്ക് മടങ്ങിയെത്തുക തന്നെ ചെയ്യും. അല്ലാത്തവരെ സ്വതന്ത്രമായി വിടുക. അവർ ഉപ്പും മധുരവും പുളിയും പഞ്ചസാരയും ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന തിരക്കിലാവാം. എന്നാൽ കരിമ്പും പാവലും നെല്ലിയും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അവരുടെ സ്ഥായി ഭാവങ്ങളാണ്. അതുകൊണ്ട് നല്ല ഗുണങ്ങളും മോശം ഗുണങ്ങളും ഉണ്ടാവാം. എല്ലാം ഒന്നു ചേരുന്ന ഒരു മനുഷ്യനെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടാവും. അതുകൊണ്ടാണ് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണെന്ന് പറയുന്നതും. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾക്ക് എത്ര പേർ നമ്മുടെ കൂടെ ഉണ്ട്, അവരിൽ എത്ര പേരാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്, എത്ര പേരോടാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇടപെടുന്നത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ നല്ല സൗഹൃദ വലയങ്ങളും ബന്ധങ്ങളും. മറ്റുള്ളവരെ അവരായി കാണുവാനും
നമ്മൾക്ക് നാമായി നിലകൊള്ളുവാനും സാധിക്കുന്നിടത്താണ് ഊഷ്മളമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിലനിന്ന് പോകുന്നത്. എല്ലാവരെയും സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അനുവദിക്കുക. നമ്മൾക്കുള്ളവർ നമ്മളിലേക്ക് മടങ്ങി വരും, അല്ലാത്തവർ പറന്നു പോകട്ടെ. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു.